ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? കഴിഞ്ഞ തവണ നേടിയ വോട്ടിന്റെ ഇരട്ടി വോട്ട് നേടുമെന്ന് ഞാൻ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നത്. രാവിലെ മുതൽ ഞാനത് പറയുന്നുണ്ട്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. 70,000-ൽ കുറയാത്ത വോട്ടുകൾ LDF നേടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. അതിച്ചിരി കൂടുതലല്ലേ? ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. അല്ല, ഞാൻ അങ്ങനെ ഒന്ന് നിർത്തി ചോദിച്ചോട്ടെ. ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. യെസ്, ടെൽ മീ, ആസ്ക് മീ. അതായത് ഈ 70,000 വോട്ട് നേടുന്നു പറഞ്ഞപ്പോ രാവിലെ ഒരു ഭാഗം ആളുകൾ കളിയാക്കിയിരുന്നു. പുറത്തുള്ള മണ്ടന്മാർ അത് അസൂയ കൊണ്ട് പറയുന്നല്ലേ ജോയിക്കുഞ്ഞ? അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. അപ്പൊ പിന്നെ ബാക്കി മുഴുവൻ അങ്ങ് കൊണ്ടുപോയിക്കോളാൻ പറയാന്നാണ് ഒരു ഭാഗം ആളുകൾ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇങ്ങനെ ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ. നമ്മൾക്ക് ജനം തന്നെ നമ്മളത് കൊണ്ടുപോകും. ഒരു തർക്കമൊന്നുമില്ല, അതിൽ തർക്കമൊന്നുമില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഈ നിമിഷം വരെ നോക്കൂ, ഇങ്ങനെ ആയിരങ്ങൾ ഒരു കടൽ പോലെ, ഒരു പുഴ പോലെ ഒഴുകി വരല്ലേ? അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഇപ്പോഴേ ജോറാണെന്ന് നിർത്തുന്നുണ്ടോ? അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അതിവിടെ പറയേണ്ട ഒരു കാര്യമില്ല. അത് 20-ാം തീയതി വരെ. ഇന്ന് അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. 21-ാം തീയതി വരെ. 21-ാം തീയതി വരെ കാത്തിരിക്കുകയാണ്. 23 വരെ കാത്തിരിക്കൂ. എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. A few moments later. മാത്രമല്ല, ഞാനിപ്പോ വരുമ്പോ രാഹുലിന്റെ യാത്രയേക്കാൾ കൂടുതൽ ഞാൻ മറ്റു 2 സ്ഥാനാർത്ഥികളുടെ യാത്ര എങ്ങനെയുണ്ടെന്ന് ശ്രദ്ധിച്ചു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? സത്യത്തില് അത് കണ്ടപ്പോ പഴയൊരു ലാലേട്ടൻ സിനിമയിലെ സീനാണ് ഓർമ്മ വന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നമ്മുടെ രണ്ടുപേരുടെ ശബ്ദം എന്താ ചേട്ടാ ഒരേപോലെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് സൈക്കിളെ ഓട്ടുന്നുണ്ടല്ലോ രണ്ടുപേരും, അതുപോലെ ഇരിക്കുന്നു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. രണ്ടുപേർക്കും പൊതുവായിട്ട് നമ്മളോടാണ് മത്സരമുള്ളത്. മത്സരം എന്ന് വാക്ക് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. കാര്യമായ മത്സരങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്കിനി തെരഞ്ഞെടുപ്പ് ഗോതയിൽ വെച്ച് കാണാം. ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊന്നും തന്നെ കാര്യമായിട്ട് പറയാനുള്ള ഒരു ഇതില്ലല്ലോ. ഞാൻ പറഞ്ഞതുപോലെ ഒട്ടും സ്കോപ്പില്ല, സ്റ്റെതസ്കോപ്പേ ഉള്ളൂ. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ? സ്കോപ്പില്ല, സ്റ്റെതസ്കോപ്പേ ഉള്ളൂ. നമുക്കിട്ടെന്ന് വെച്ചല്ലേ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. സ്പെഷ്യാലിറ്റി തിങ്സ് ആണല്ലേ. സ്കോപ്പുള്ളൂ, തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.